ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലെ സൽക്കാരത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്താണ്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു യങ് ഓൺടർപ്രണർ ആണ്. GHM പ്രിസിഷൻ പ്രോഡക്റ്റ് എന്ന കമ്പനിയുടെ സാരഥിയായിട്ടുള്ള ഗിരീത് ലാൽ സാറാണ്. അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ജീവിത അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുന്നേ അദ്ദേഹത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് ഹാർദമായ സ്വാഗതം ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സാർ കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഏത് സ്കൂളും കാര്യങ്ങളൊക്കെ ആയിരുന്നു? നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. ഫസ്റ്റ് നമ്മളിവിടെ തന്നെ കോഴിക്കോട് JDT എന്ന് പറഞ്ഞ സ്കൂളാണ് പഠിച്ചത്. അതിനുശേഷം +1 +2 ഒക്കെ NGO കോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെന്റ് സ്കൂളുകൾ തന്നെയാണ്. എല്ലാം ഗവൺമെന്റ് മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിച്ചു. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ഒരു കരിയർ വേണമെന്നുള്ളൊരു ഇതിലേക്ക് എന്നെ ആക്ച്വലി ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മാമനാണ്, അമ്മേൻ്റെ ആങ്ങള. അവര് ആക്ച്വലി ബോംബെയിൽ ഇതേപോലത്തെ ഒരു കമ്പനി നടത്തുന്ന ആളായിരുന്നു. സെയിം ഇതേപോലെ തന്നെ ടൂൾ ആൻഡ് ഡൈൻ്റെ ഒരു കമ്പനി നടത്തുന്ന ആളായിരുന്നു. അവരാണ് ഞങ്ങളെ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ മാമനാണ്. ആഫ്റ്റർ +2 എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് മാമൻ എന്നോട് പറഞ്ഞത്, നീ ഈ ഒരു കോഴ്സിന് ചേരണം. അതായത് NTTF എന്ന് പറഞ്ഞ കോഴ്സ്, അതായത് ടൂൾ ആൻഡ് ഡൈൻ്റെ സ്പെഷ്യലിസ്റ്റ് ഒരു കോഴ്സാണ്. മാമനാണ് ഇത് ചേർത്തതും അതിനെ പഠിപ്പിച്ചതും അതിനെ ഫുൾ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മാമനാണ്. അങ്ങനെ അത് മീൻസ് ആ ഒരു കോഴ്സ് എത്ര നാളത്തെ ഒരു കോഴ്സ്? അത് ആക്ച്വലി 4 വർഷത്തെ കോഴ്സാണ്. 3 വർഷം കോഴ്സ് +1 ഇയർ ട്രെയിനിങ്. കംപ്ലീറ്റ്ലി ഒരു ഡിഗ്രി കോഴ്സ് അല്ലാണ്ട് ഡിപ്ലോമ കോഴ്സ് അങ്ങനത്തെ ഒന്നും? അത് നമ്മൾ പറയുന്നത് ഡിപ്ലോമ ആയിട്ടാണ്, പക്ഷെ 3+1 ഇയർ ആണ് അതിന്റെ കോഴ്സ്. ഡിഗ്രി ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. നമ്മുടെ ഈ ഒരു കമ്പനി ഏത് വർഷമാണ് രൂപീകരിച്ചത്? 2014. 2013 നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ബില്ല് ചെയ്യുന്നത് 2014 ഒരു 10 വർഷമായി. 10 വർഷമായി ബർത്ത്ഡേ ആണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വിദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ മറുനാടൻ പോയിട്ട് ബിസിനസ് തുടങ്ങും പോലെയല്ല നമ്മുടെ സ്വന്തം നാട്ടില് പല രീതിക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നല്ല രീതിക്കുള്ള ടഫ് സിറ്റുവേഷൻ വരാറുണ്ട്. യങ് ഓൺടർപ്രണർ കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പല രീതിക്കുള്ള ക്രൈസിസ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ സാറിന്റെ ലൈഫിൽ എങ്ങനെയാണ് നേരിട്ടത്? ഓക്കെ, എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ അതിന് ഏകദേശം ഒരു 1 ഇയറോളം എടുത്ത് എനിക്കതിന് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻ മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസ്, പിന്നെ ഫണ്ട് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 4 പാർട്ട്നേഴ്സാണ് ഇപ്പം നമുക്ക് ഈ കമ്പനിയിലുള്ളത്. ഞാനാണ് മൊത്തം 4 പാർട്ട്നേഴ്സ്. ഞാനാണ് മാനേജിങ് പാർട്ട്ണർ. സപ്പോർട്ടീവായിട്ട് 3 പാർട്ട്നേഴ്സാണ്. പേരുകൾ ഒന്ന് ഹോഷ്പിൻ KV ആണ്, ഷാമിൽ. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അത്രയും കാരണം നമ്മൾ പറഞ്ഞാൽ ഒരുമിച്ച് പഠിച്ചതും ഇതേപോലെ ഒരുമിച്ച് വർക്ക് ചെയ്തതും സെയിം ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. 4 ആൾക്കാർ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്ത് വന്ന ആൾക്കാരാണ്. തീർച്ചയായും. ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ ഒരു കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവീസസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ഞങ്ങൾ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറി ആക്കിയിട്ടാണ് വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കംപ്ലീറ്റ്ലി എഞ്ചിനീയറിംഗ് വർക്ക്, രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ്വെയർ സെക്ഷനിൽ വരുന്ന വർക്കുകൾ. ഈ ഹാർഡ്വെയർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും കൺസ്ട്രക്ഷൻ ആണല്ലോ. കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഏതൊരു മാളുകളായിക്കോട്ടെ വീടുകളായിക്കോട്ടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ ഔട്ടർ എല്ലാം ഗ്ലാസ്സുകൾ. ഈ ഗ്ലാസിനെ ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ നമുക്കൊരു ഫിറ്റിംഗ്സ് വേണം, അല്ലെങ്കിൽ ഒരു കണക്ടർ വേണം, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വേണം. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഹാർഡ്വെയറിന്റെ മാനുഫാക്ചേഴ്സ് ആണ്. അപ്പം ഈ മാനുഫാക്ചറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു യൂണിറ്റ് തന്നെ വേണ്ടി വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ തന്നെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം. അതാണ് ഡിസൈനിങ് മുതൽ ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ഇന്ന് കൂടുതൽ ആളുകൾ അഡ്വാൻസ്ഡ് ആണ്. അവർ നെറ്റിലും ഒക്കെ നോക്കിയിട്ട് അവർ ഇങ്ങോട്ട് വന്ന് പറയാം എനിക്ക് ഇന്ന മോഡൽ സാധനം വേണം. അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യും. നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് കൊടുത്ത് അത് ഫിറ്റ് ചെയ്യണമെന്നുള്ള അവരൊരു ആവശ്യമായി. പക്ഷെ ഇന്ന് അവരങ്ങനെയല്ല, അവരിങ്ങോട്ട് തരാണ്. അപ്പോൾ അവരിങ്ങോട്ട് തന്നെ എന്ത് സാധനം ആയിക്കോട്ടെ നമുക്കത് ഡിസൈൻ ചെയ്ത് ഇന്ന രൂപത്തിലേക്ക് മാറ്റി അത് ചെയ്യാനുള്ള മെഷീനറീസ് നമ്മുടെ കയ്യിലുണ്ട്. എത്ര എക്യുപ്മെന്റ്സ് ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി ആണെങ്കിലും ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി
അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രൊഡക്റ്റുകൾ, ചെറിയ ചെറിയ കോമ്പണൻസ്, ഇപ്പോൾ അതുപോലെ തന്നെ ISR പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും ഇതിലേക്ക് വേണ്ട അത്രയും പ്രിസൈസ്ഡ് ആയിട്ട് നമ്മളെ കമ്പനീന്റെ പേര് തീർച്ചയായും നമ്മളെ കമ്പനീന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രിസിഷൻ പ്രോഡക്റ്റ്, അതായത് പ്രിസൈസ്ഡ് ആയിട്ട് അത്രയും മൈന്യൂട്ട് പ്രൊഡക്റ്റ് പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. എന്താ പറയുക, ഈ ചാന്ദ്രയാനൊക്കെ നമുക്ക് ചെയ്തില്ല, അതിലേക്ക് വേണ്ട പല പ്രോഡക്റ്റുകളും നമ്മളെ ഈ കോഴിക്കോടുള്ള കമ്പനിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചന്ദ്രയാൻ 3 വേണ്ടിയിട്ടോ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അത്രയും നമ്മൾ ഈ കോഴിക്കോടുള്ള ഒരു കമ്പനി അത് ചെയ്തു പറയുമ്പോൾ തന്നെ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ പോലും അതിശയിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പൊ ലാസ്റ്റ് ഞാൻ നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കമ്പനി അവര് ഇതിന് വേണ്ടിയിട്ട് 1-2 കോമ്പണൻസും കാര്യങ്ങളും മേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ പീനിയയുടെ തന്നെ ഇപ്പം ഒരേ ഒരു പോയിന്റ് വെച്ച് അവരിപ്പം പീനിയയിൽ ഒരു നമ്പർ 1 കമ്പനി മാറിക്കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ലൊരു അഭിമാനമാണ്. നമ്മുടെ സ്വന്തം കേരളീയർക്കും അഭിമാനമാണ്. പോലത്തെ കമ്പനികൾക്കൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സുകാരന്റെ ലൈഫിൽ എന്താ പറയാ, ഒരു മീൻസ് നമ്മളേക്ക് സാറിപ്പോ തന്നെ പറഞ്ഞ പല ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഈ ഒരു സപ്പോർട്ടിനെയും കാട്ടി നമുക്ക് എല്ലാം മീൻസ് നമ്മൾ എത്ര പൈസ കൊടുത്താൽ പോലും നമുക്കത് കിട്ടാത്തതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രമാത്രം സ്വാധീനം നൽകിയിട്ടുണ്ട്? അതായത് അമ്മ ആണ്, ഇപ്പോൾ കുട്ടികളെ കൊണ്ട് അച്ഛനില്ല, ഞാൻ അച്ഛനില്ല എന്നാണ്. അപ്പോൾ അമ്മയാണ് ഞങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും ഇതാക്കിയതൊക്കെ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാം, ചെറുപ്പം മുതലേ എന്നെ ഗൈഡ് ചെയ്തതും എങ്ങനെ പോകണമെന്നും, അപ്പോൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വീടായിക്കോട്ടെ, എല്ലാം A to Z കാര്യങ്ങൾ എൻ്റെ മാമനാണ്. ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ ഈ കസേരയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മാമനാണ് അതിൻ്റെ റീസൺ. ഗോഡ് ഫാദർ അതിൽ ഒന്നും എനിക്ക് പറയാൻ, അത്രയും ഇന്ന് ഈ പൊസിഷനിൽ ഇരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ മാമനും അമ്മയും തന്നെയാണ്. അമ്മയുടെ പേര് സത്യഭാമ, മാമന്റെ പേര് സത്യനാഥ്. അമ്മയുടെ സഹോദരനാണ്. അമ്മയുടെ സഹോദരൻ. ഒറ്റ മകനാണോ? അല്ല, ഞങ്ങൾ 3 മക്കളാണ്. അനിയനാണുള്ളത്, അനിയന്റെ പേര് ഗോകുൽ എന്നാണ്. പിന്നെ സിസ്റ്ററാണ്, സിസ്റ്റർ ഗിരിജ. പ്രത്യേകിച്ച് ഒരു ബിസിനസ്സാന്റെ ലൈഫിൽ അവരുടെ മറ്റൊരു സപ്പോർട്ട്, അവരുടെ നെടും തൂണെന്ന് തന്നെ പറയുന്ന ജീവിത പങ്കാളിയുടെ ഒരു സപ്പോർട്ട്. വൈഫിന്റെ സൈഡിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ടാണ് ലഭിക്കുന്നത്? അതെ, വൈഫിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ്മാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് കാരണം നമുക്ക് ഏതൊരു ബിസിനസ്മാൻ ആണെങ്കിലും നമ്മുടെ വൈഫ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഒരിക്കലും ഉയരത്തിലെത്താൻ പറ്റില്ല. അപ്പൊ എന്റെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇത്രയും വലിയൊരു നിലയിലേക്ക് ഉയർന്നു വന്നത്. ആര്യ, കോഴിക്കോട് വടകര. മക്കള് ഒരു മോളാണുള്ളത്, പേര് ഘൃത സിവ. അവിടെയും ഒരു റയർ നെയിമാണ്. ഇവ 3 വയസ്സാവുന്നു. ചെറിയ കുട്ടിയാണ്. ആക്ച്വലി നമ്മളൊരു 6 മന്ത് വിത്തിനൊരു 6 മന്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കമ്പനിയും കൂടി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിനാണുള്ളത്. അത് നമ്മുടെ സ്വന്തം കോഴിക്കോട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഉള്ള കമ്പനി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 22 സ്റ്റാഫാണ് നിലവിലൂടെ ഉള്ളത്. അതൊരു മോർ ദാൻ 50 ആക്കാനുള്ള പ്ലാനിങ്ങിലാണുള്ളത്. 12 പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സാറും സാറിന്റെ ഈ ഒരു 3 സുഹൃത്തുക്കളും കൂടി തുടങ്ങി ഈ ഒരു സംരംഭം മീൻസ് നല്ല രീതിക്ക് തന്നെ ഇനി ഇതിന്റെയും കാട്ടി ഒരു 10 ഇരട്ടി സ്ട്രോങ് ആയിട്ടും 10 ഇരട്ടി സന്തോഷമായിട്ടും 10 ഇരട്ടി വലുപ്പത്തിലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഞാനും ദൈവത്തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇത്രയും തിരക്കേറിയ സമയത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇത്രയും സമയം നമുക്ക് നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് ഫ്യൂച്ചർ വിഷൻ ആൻഡ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. താങ്ക് യു സോ മച്ച്.